ഹലോ ഡിയേഴ്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വാഗോലി ചന്തയിൽ പോയതും അവിടെ നമ്മൾ ഇങ്ങോട്ട് തിരിച്ചതും പിന്നെ ഇതുവരെ എത്തിയത് നമ്മൾ വീഡിയോയിലുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ നെയ്റ്റിങ്കരയിലുള്ള രാമചന്ദ്രയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കയറി വരുന്നിടത്ത് തന്നെ ആഡി സെയിലെന്നും സ്പെഷ്യൽ ഓഫർ പിന്നെ എന്താണ് ബേ വൺ ഗെറ്റ് ഫ്രീ അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇത് ഞാൻ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർ അതൊന്ന് പോയി കാണണം കേട്ടോ. അപ്പോൾ ഇവിടെ ജെൻസിൻ്റെ സെക്ഷനിലോട്ടാണ് ഇപ്പോൾ നമ്മൾ കയറിയിട്ടുള്ളത്. കാരണം ഹസ്ബൻഡിന് ഷർട്ട് പാൻറ്റൊക്കെ എടുക്കണമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഡ്രസ്സ് നോക്കുന്നതിനിടയിൽ ഞാൻ എൻ്റെ വീഡിയോ പിടുത്തം തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഷർട്ടൊക്കെ സെലക്ട് ചെയ്ത് എടുത്തതിന് ശേഷം പിന്നെ ബെഡ്ഷീറ്റ് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ബെഡ്ഷീറ്റുകൾ. പക്ഷേ ഞാനിതിന് മുന്നേ വന്നപ്പോൾ ഇതിനേക്കാൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഏതായാലും ഞങ്ങൾ ഇവിടുന്ന് ഒരു 3 ബെഡ്ഷീറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പുതപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെയും കുറേ ഓഫറുകളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നല്ല ഞാൻ പക്ഷേ എടുത്തത്. പിന്നെ ഈ ഭാഗത്ത് കുറേ ബോട്ടിൽസും സ്റ്റീലിൻ്റെ കുറേ ഐറ്റംസ്, പിന്നെ ചോറ് പാത്രം, അങ്ങനെ കുറേ സ്റ്റീൽ പാത്രങ്ങൾ ഈ ഒരു സെക്ഷനിൽ ഇവിടെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊന്നും ഞാൻ വാങ്ങാനൊന്നും നിന്നില്ല, വെറുതെ വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് സാധനങ്ങളൊക്കെ എടുത്ത് തളർന്ന് ഇങ്ങനെ നടന്നു വരെയാണ്. പിന്നെ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇതിൽ നിന്നും നമ്മളൊന്നും എടുക്കാൻ പോയില്ല, ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ ഒരു സെറ്റ് കപ്പ് എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സെക്ഷനിൽ വന്നപ്പോൾ കുറച്ച് വില കുറവായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഇത് എത്രയാണ്, 100 രൂപയ്ക്കകത്തേ വരുന്നുള്ളൂ. അങ്ങനെ ഞാനൊരു ബോക്സ് കപ്പ് എടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറേ ഇങ്ങനെ കമ്മലും വള അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ. ഇതിൽ നിന്നും ഞാനൊന്നും എടുത്തില്ല. ജസ്റ്റ് ഹസ്ബൻഡ് വലിയ പേയും പോയി നേരത്തിന് വീണ്ടും അവിടെയും ഇവിടെയും വായി നോക്കി ഇങ്ങനെ കുറച്ച് കറങ്ങിയൊക്കെ നടന്നു. അതെൻ്റെ ഒരു ഹോബി ആയിപ്പോയി. എന്തോ ഒരു രസം, ഇങ്ങനെ വായി നോക്കി നടക്കുമ്പോഴേ അതൊരു രസമുണ്ട്. പിന്നെ ഇവിടെ വന്നപ്പോൾ കുറച്ച് വള, ഇങ്ങനത്തെ വളയൊന്നും ഞാൻ ഉപയോഗിക്കാറൊന്നുമില്ല, പക്ഷെ മറ്റുള്ളവരൊക്കെ ഇട്ട് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കണ്ടില്ലേ, അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇവിടെ കയറി വാങ്ങണമെന്നുള്ളതൊക്കെ കയറി വാങ്ങിക്കാം. ഒരുപാട് സെലക്ഷനൊക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റ് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ കണ്ടില്ലേ, വള തന്നെ കുറേ സെലക്ഷൻസ് ഉണ്ട്. പിന്നെ ഇതൊക്കെ ഇഷ്ടമുള്ളവർക്ക് അണിഞ്ഞൊരുക്കി നടക്കാം. നമ്മൾ പിന്നെ ഇങ്ങനത്തെ ഒന്നും ഇടാത്തത് കൊണ്ട് വാങ്ങാനൊന്നും നിന്നില്ല. കണ്ടോ, ഭയങ്കര ഇഷ്ടമാണ്, കാണാനൊക്കെ ഇഷ്ടമാണെന്നേ ഉള്ളൂ. എനിക്കിടാൻ വലിയ താല്പര്യമില്ല. അതൊക്കെ കഴിഞ്ഞ് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി. പക്ഷേ ഇറങ്ങിയപ്പോഴാണ് ഒരു കാര്യം പിടികിട്ടിയത്. അവിടെ നല്ല മഴയായിരുന്നു പുറത്ത്. അകത്ത് നിന്നപ്പോൾ മഴ പെയ്യുന്നതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അവിടെ മഴയാണെന്നുള്ളത് മനസ്സിലായത്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് പോകാനും പറ്റില്ല. ഞങ്ങൾ 2 വീലറിലാണ് വന്നത്. അപ്പോൾ മഴയത്ത് പോകാനും പറ്റില്ലല്ലോ. പിന്നെ ഞങ്ങൾ അവിടെ അടുത്ത് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ കയറി ഞങ്ങൾ ഒതുങ്ങി. മഴയൊന്ന് തീർന്നിട്ട് പോകാമെന്ന് വെച്ചിട്ട് അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു 1/4 മണിക്കൂറിൽ കൂടുതൽ നിന്നു. പെട്ടുപോയെന്ന് തന്നെ പറയാം. മഴ തോർന്ന ശേഷം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വരുന്ന വഴിയിൽ ഒരു ബേക്കറിയിൽ കയറിയായിരുന്നു. ബേക്കറി എന്ന് പറയുമ്പോൾ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനൊക്കെ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ട് അതിൻ്റെ മുകളിലായിട്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചിക്കൻ ഓർഡർ ചെയ്തായിരുന്നു, KFCയുടെ. അപ്പോൾ അത് നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിനിടയിൽ ഞാൻ അവിടെ ചോക്ലേറ്റൊക്കെ വാങ്ങി കഴിച്ചു. അപ്പോഴേക്കും ചിക്കനോ വന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി ഞാൻ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ.